വിശ്വവിഖ്യാതനായ കവിയും നാടകകൃത്തുമായ സാക്ഷാൽ വില്യം ഷേക്സ്പിയർ 1596 98 ഇടയിൽ എഴുതിയ ഹാസ്യ നാടകമാണ് ദി മെർച്ചന്റ് ഓഫ് വെനീസ് അഥവാ വെനീസിലെ വ്യാപാരി. 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലെ വെനീസ് പശ്ചാത്തലമാക്കി എഴുതപ്പെട്ട ഈ നാടകം അന്റോണിയോ എന്ന സമ്പന്ന വ്യാപാരിയുടെയും അയാൾക്ക് പണം കടം നൽകുന്ന ക്രൂരനായ യഹൂദ പലിശക്കാരൻ ഷൈലോക്കിൻ്റെയും കഥയാണ്. പണം കടം കൊടുത്തപ്പോൾ ഷൈലോക്ക് മുന്നോട്ട് വെച്ചത് വളരെ വിചിത്രമായൊരു നിബന്ധനയാണ്. പക്ഷേ അബദ്ധവശാൽ അയാളുടെ കെണിയിൽ അന്റോണിയോ വീഴുകയും ചെയ്യുന്നു. യഹൂദരെ മോശമായി ചിത്രീകരിച്ചു എന്നതിൻ്റെ പേരിൽ അന്നും ഇന്നും വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും പാത്രമായി നാടകത്തിൻ്റെ ചലച്ചിത്രാവിഷ്കാരമാണ് 2004 പുറത്തുവന്ന ദി മെർച്ചന്റ് ഓഫ് വെനീസ് എന്ന സിനിമ. പതിനാറാം നൂറ്റാണ്ടിൽ, കൃത്യമായി പറഞ്ഞാൽ 1596 വെനീസിലാണ് ഈ കഥ നടക്കുന്നത്. അക്കാലത്ത് യൂറോപ്പിലെ മറ്റേത് നാടുകളിലെയും പോലെ തന്നെ വെനീസിലും യഹൂദ മതസ്ഥരോട് അന്നാട്ടിലെ മറ്റ് ജനവിഭാഗങ്ങൾക്ക് കടുത്ത വിവേചനവും അസഹിഷ്ണുതയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നഗരത്തിലെ ഗെറ്റോ എന്നറിയപ്പെടുന്ന പ്രദേശത്താണ് യഹൂദർ കൂട്ടമായി താമസിച്ചിരുന്നത്. ക്രൈസ്തവ നിയമപ്രകാരം അക്കാലത്ത് യഹൂദർക്ക് ഭൂസ്വത്തുക്കൾ വാങ്ങുന്നതിന് വിലക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങൾ സമ്പാദിച്ച പണം യഹൂദർ മറ്റുള്ളവർക്ക് പലിശയ്ക്ക് കടം നൽകുകയായിരുന്നു ചെയ്തിരുന്നത്. ക്രൈസ്തവ നിയമപ്രകാരം ഇതും തെറ്റായിരുന്നുവെങ്കിലും യഹൂദരിൽ നിന്ന് കടം വാങ്ങുന്നത് കൂടുതലും ക്രൈസ്തവരാണ് എന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും അതിന് നേരെ കണ്ണടച്ചു. ഈ രീതിയിൽ പണം കടം നൽകി സമ്പന്നനായ ഒരു യഹൂദനായിരുന്നു ഷൈലോക്ക്. ഷൈലോക്ക് ഉൾപ്പെടെയുള്ള ജൂത പലിശക്കാർ വളരെ വലിയ തുകകൾ ആളുകളിൽ നിന്ന് ഈടാക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ വിഷയത്തിൽ ക്രൈസ്തവ നേതൃത്വം ഇടപെട്ടു. നഗരത്തിലാകെ ജനങ്ങൾ യഹൂദർക്കെതിരെ തിരിഞ്ഞു. ആ മനുഷ്യർ യഹൂദരെ കൂകി വിളിക്കുകയും അവരുടെ മുഖത്ത് തുപ്പുകയും അവരിൽ പലരെയും വെള്ളത്തിലെറിയുകയും ചെയ്തു. പക്ഷേ യഹൂദർ ഇതൊന്നും കാര്യമാക്കിയില്ല. കാരണം ഈ കൂക്കിവിളികളും ഈ അപമാനവും അവർക്ക് പുതുമയായിരുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ പ്രതിഷേധങ്ങളെല്ലാം അടങ്ങി. വീണ്ടും അവർ പണത്തിനായി യഹൂദരുടെ മുന്നിലേക്ക് തന്നെ എത്തി. അതേസമയം വെനീസിലെ സമ്പന്ന വ്യാപാരിയായ അന്റോണിയോ തൻ്റെ മാളികയിൽ വലിയ വിഷമത്തിലിരിക്കുകയായിരുന്നു. ചരക്കുകളുമായി തൻ്റെ 4 കപ്പലുകളാണ് 4 രാജ്യങ്ങളിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അയാൾക്ക് എങ്ങനെ സമാധാനമായിരിക്കാൻ കഴിയും? പക്ഷേ ആ സന്ദർഭത്തിൽ അയാൾക്ക് കുറച്ച് ആശ്വാസം ലഭിച്ചത് തൻ്റെ ഉറ്റ സുഹൃത്തായ ബസാനിയോ അയാൾക്കടുത്തേക്ക് വന്നപ്പോഴാണ്. സഹോദരങ്ങളില്ലാത്ത അന്റോണിയോയ്ക്ക് തൻ്റെ സ്വന്തം സഹോദരനെ പോലെയായിരുന്നു ബസാനിയോ. അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്താവശ്യമുണ്ടായിരുന്നുവെങ്കിലും അന്റോണിയോ അതെല്ലാം സന്തോഷത്തോടെ നിറവേറ്റി കൊടുത്തിരുന്നു. ബസാനിയോ ആകട്ടെ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ച ആളായിരുന്നുവെങ്കിലും തൻ്റെ അച്ഛൻ്റെ സ്വത്തുകൾ ഭാഗിച്ചപ്പോൾ അയാൾക്ക് കാര്യമായൊന്നും കിട്ടിയിരുന്നില്ല. പണത്തിനാവശ്യം വരുമ്പോൾ ബസാനിയോ ഓടിയെത്തിയിരുന്നത് അന്റോണിയോയ്ക്ക് അടുത്തേക്ക് തന്നെയാണ്. ഇത്തവണയും അയാൾ വന്നത് അങ്ങനെ ഒരു സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അയാളെ അവിടേക്ക് എത്തിച്ച് അവരുടെ സുഹൃത്തുക്കളായ ലൊറൻസോയും ഗ്രാസിയാനോയും അവിടെ നിന്ന് മടങ്ങിയ ശേഷം ബസാനിയോ തൻ്റെ ആവശ്യം അന്റോണിയെ അറിയിച്ചു. ഓരോ തവണയും ഞാൻ ഈ പടികൾ കയറി വരുന്നത് നിന്നോട് എന്തെങ്കിലും സഹായം ആവശ്യപ്പെടാനാണ്. ഒന്നും നോക്കാതെ നീ എന്നെ കൈ അയച്ച് സഹായിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ആ കടങ്ങളെല്ലാം എനിക്ക് വീട്ടണം. ഇപ്പോഴിതാ അതിനൊരവസരം എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നു. ബസാനിയോ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ മുഖവുരയൊന്നും വേണ്ട, നിന്റെ ആവശ്യം എന്താണെങ്കിലും പറഞ്ഞുകൊള്ളാൻ അന്റോണിയോ അയാളോട് പറഞ്ഞു. അപ്പോൾ ബസാനിയോ വാചാലനായത് ബെൽമോണ്ടിലെ ആ സുന്ദരിയെക്കുറിച്ചാണ്. അതിസമ്പന്നനായ മാർക്കസ് പോർഷ്യസിൻ്റെ മകൾ പോർഷ്യയെക്കുറിച്ച്, തങ്ങളുടെ പ്രണയത്തെക്കുറിച്ച്. പോർഷ്യ തന്നെയും അഗാധമായി പ്രണയിക്കുന്നുണ്ടെങ്കിലും അവളെ സ്വന്തമാക്കുക എന്നത് അത്ര എളുപ്പമല്ല. അവളുടെ അച്ഛൻ മരിക്കും മുൻപ് തൻ്റെ മകളുടെ വിവാഹം എങ്ങനെയായിരിക്കണമെന്ന് അയാൾ മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിരുന്നു. അയാളുടെ തീരുമാനപ്രകാരം ഒരു മത്സരത്തിൽ വിജയിച്ചാൽ മാത്രമേ പോർഷ്യയെ തനിക്ക് സ്വന്തമാക്കാൻ കഴിയൂ. തൻ്റെ ഈ ദാരിദ്ര്യാവസ്ഥയിൽ ആ മത്സരം അവസാനിക്കും മുന്നേ അവിടേക്ക് ചെല്ലാൻ പോലും തനിക്ക് കഴിയില്ല. ഇനി പോകാൻ കഴിഞ്ഞാൽ തന്നെ പോർഷ്യയെപ്പോലെ അതിസമ്പന്നയായ ഒരു സുന്ദരിയെ വിവാഹം കഴിക്കാൻ എങ്ങനെയാണ് കൈയും വീശി അവിടേക്ക് പോകാൻ കഴിയുക? പോർഷ്യയെ സ്വന്തമാക്കാനും മാത്രം സമ്പന്നനും കുലീനനുമാണ് താനെന്ന് തോന്നിക്കത്തക്ക വിധമേ തനിക്കവിടേക്ക് പോകാൻ കഴിയൂ. അതിന് വലിയൊരു തുക ആവശ്യമുണ്ട്. പക്ഷേ ഈ സമയം അന്റോണിയോ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം കച്ചവടത്തിൽ മുടക്കിയിരിക്കുകയായിരുന്നു. അയാളുടെ കപ്പലുകളാകട്ടെ ഇതുവരെ മടങ്ങിയെത്തിയിട്ടുമില്ല. പക്ഷേ തൻ്റെ സുഹൃത്തിനെ കൈയൊഴിയാൻ അയാൾ ഒരുക്കമല്ലാതിരുന്നുകൊണ്ട് തന്നെ തൻ്റെ കത്തുമായി അയാൾ ബസാനിയോയെ ഷൈലോക്കിനടുത്തേക്ക് പറഞ്ഞയച്ചു. ഇതേ സമയം അങ്ങ് ബെൽമോണ്ടിൽ
പോർഷ്യ തൻ്റെ അച്ഛൻ്റെ ചിത്രത്തിന് മുന്നിൽ വളരെ വ്യാകുലപ്പെട്ട് നിൽക്കുകയായിരുന്നു. തനിക്ക് വിവാഹം കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാൾ മനസ്സിലുണ്ടായിരുന്നിട്ടും തൻ്റെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം പോർഷ്യ തൻ്റെ ജീവിതം വിധിക്ക് വിട്ടുകൊടുത്തിരുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു മത്സരം? എൻ്റെ വരനെ ഞാൻ തന്നെ തിരഞ്ഞെടുക്കുമായിരുന്നില്ല എന്ന് പോർഷ്യ തൻ്റെ അച്ഛൻ്റെ ചിത്രത്തിന് മുന്നിൽ നിന്ന് പരാതിപ്പെട്ടു. അവളെ ആശ്വസിപ്പിക്കാനായി അവളുടെ ഉറ്റ തോഴിയായ നരീസയും പോർഷ്യയ്ക്കൊപ്പമുണ്ടായിരുന്നു. സ്വർണം, വെള്ളി, ഈയം എന്നിങ്ങനെ 3 ലോഹങ്ങളിൽ തീർത്ത 3 പെട്ടികൾ. അവയിലൊന്നിൽ പോർഷ്യയുടെ ഒരു ചിത്രമുണ്ട്. ആ പെട്ടി ആര് തിരഞ്ഞെടുക്കുന്നോ അയാൾ പോർഷ്യയെ വിവാഹം ചെയ്യണമെന്നായിരുന്നു അച്ഛൻ്റെ തീരുമാനം. പോർഷ്യ തൻ്റെ അച്ഛൻ്റെ ഈ തീരുമാനത്തെയും തൻ്റെ വിധിയെയും പഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, ഒരുപക്ഷെ നിങ്ങൾക്കിഷ്ടമില്ലാത്ത ആരെങ്കിലും ശരിയായ പെട്ടിയെടുത്താൽ എന്ത് ചെയ്യുമെന്ന് നരീസ പോർഷ്യയോട് ചോദിക്കുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ആവരുതേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ പോർഷ്യയ്ക്കപ്പോൾ കഴിയുമായിരുന്നുള്ളൂ. ഇതേ സമയം അന്റോണിയോയുടെ കത്തുമായി ബസാനിയോ ഷൈലോക്കിനടുത്തേക്ക് എത്തിയിരുന്നു. തനിക്ക് 3 മാസത്തെ കാലാവധിയിൽ 3000 ഡക്കറ്റ് വേണമെന്നും ആ തുകയ്ക്ക് അന്റോണിയോ ജാമ്യം നിൽക്കുമെന്നും ബസാനിയോ ഷൈലോക്കിനെ അറിയിച്ചു. മധ്യകാലഘട്ടത്തിലെ വ്യാപാര നാണയമായിരുന്നു ഡക്കറ്റ്. 3000 ഡക്കറ്റ് എന്ന് പറയുമ്പോൾ അത് വലിയൊരു തുകയാണ്. അതുമാത്രമല്ല, ജാമ്യം നിൽക്കുന്ന അന്റോണിയോ വിശ്വസിക്കാവുന്നൊരു മനുഷ്യനാണ്. പക്ഷേ അയാളുടെ കപ്പലുകൾ ഇപ്പോഴും കടലിൽ തന്നെയാണ്. ആ കപ്പലുകൾ തിരികെ എത്താതെ എങ്ങനെയാണ് താൻ പണം വിശ്വസിച്ചേൽപ്പിക്കുക എന്ന് ഷൈലോക്ക് ബസാനിയോട് ചോദിച്ചു. ഈ സമയം തന്നെ ഷൈലോക്കിനോട് നേരിട്ട് സംസാരിക്കാനായി അന്റോണിയോയും അവിടേക്ക് എത്തിയിരുന്നു. അയാളും തങ്ങളുടെ ആവശ്യം ഷൈലോക്കിന് മുന്നിൽ ആവർത്തിച്ചു. അന്റോണിയോ തീർത്തും നിസ്സഹായനാണ് എന്ന് മനസ്സിലായതോടെ അയാളോടുണ്ടായിരുന്ന വിരോധം ഷൈലോക്ക് തുറന്നു പറഞ്ഞു. അന്റോണിയോ, നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്. പക്ഷേ ഞങ്ങൾ യഹൂദരോടല്ല. അന്ന് ജനക്കൂട്ടം മുഴുവൻ ഞങ്ങളെ കൂകി വിളിച്ചപ്പോൾ നിങ്ങളും ഉണ്ടായിരുന്നല്ലോ ആ കൂട്ടത്തിൽ. എൻ്റെ ഈ യഹൂദ മേലങ്കിയിൽ നിങ്ങൾ തുപ്പുക പോലും ചെയ്തില്ലേ? നിങ്ങൾ അന്നെന്നെ അത്യാഗ്രഹിയായ പട്ടി എന്ന് പോലും വിളിച്ചില്ലേ? അതെല്ലാം എൻ്റെ വംശത്തിൻ്റെ ശാപമാണെന്ന് കരുതി ഞാനങ്ങ് ക്ഷമിച്ചുവെന്ന് തന്നെ കരുതുക. പക്ഷേ പലിശയില്ലാതെ ഇത്രയും വലിയൊരു തുക ഞാൻ എന്ത് വിശ്വസിച്ചാണ് നിങ്ങളെ ഏൽപ്പിക്കുക? കപ്പലുകളെല്ലാം കടലിൽപ്പെട്ടിരിക്കുന്ന നിങ്ങളത് സമയത്തിന് മടക്കി തരുമെന്ന് എനിക്ക് എന്താണ് ഉറപ്പ്? പലിശ എന്ന പേരിൽ ആളുകളെ കൊള്ള ചെയ്യുന്ന ഷൈലോക്കിനോടും മറ്റു കൊള്ളപ്പലിശക്കാരോടുമുള്ള വിരോധത്തിൽ അന്ന് അന്റോണിയോ ചെയ്തു പോയതായിരുന്നു അത്. പക്ഷേ തൻ്റെ സുഹൃത്തിന് ആ പണം അത്രത്തോളം അത്യാവശ്യമാണ് എന്നറിയാവുന്ന അന്റോണിയോ താൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി ഷൈലോക്ക് പറയുന്ന ഏത് നിബന്ധനയും അംഗീകരിച്ചു കൊള്ളാമെന്ന് ഷൈലോക്കിന് വാക്ക് കൊടുത്തു. ഇത് തന്നെയാണ് അയാളോട് പ്രതികാരം ചെയ്യാനുള്ള ഉചിതമായ സമയമെന്ന് മനസ്സിലാക്കി ഷൈലോക്ക് തൻ്റെ നിബന്ധന അന്റോണിയോയെ അറിയിച്ചു. 3 മാസത്തിനുള്ളിൽ എൻ്റെ പണം തിരികെ തരാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ ഒരു റാത്തൽ മാംസം ഞാനെടുക്കും. അതെവിടെ നിന്ന് വേണമെന്നും ഞാൻ തീരുമാനിക്കും. ആ നിബന്ധന കേട്ട് അന്റോണിയോയും ബസാനിയോയും ഞെട്ടിത്തരിച്ചുപോയി. ഷൈലോക്ക് തന്നോട് പ്രതികാരം വീട്ടുകയാണെന്ന് മനസ്സിലായിരുന്നിട്ടും തൻ്റെ സുഹൃത്തിനു വേണ്ടി അങ്ങനെ ഒരു ഉടമ്പടി ഒപ്പുവെക്കാൻ തന്നെ അന്റോണിയോ തീരുമാനിച്ചു. ആ തീരുമാനത്തെ ബസാനിയോ എതിർത്തുവെങ്കിലും അങ്ങനെ ഒരു ഉടമ്പടി വേണ്ട എന്നയാൾ നിർബന്ധം പിടിച്ചുവെങ്കിലും അന്റോണിയോ പിന്മാറിയില്ല. തൻ്റെ കപ്പലുകൾ 2 മാസത്തിനുള്ളിൽ തിരിച്ചു വരുമെന്നും ഷൈലോക്കിൻ്റെ കടം അപ്പോൾ തന്നെ വീട്ടാൻ കഴിയുമെന്നും അന്റോണിയോയ്ക്ക് ആത്മവിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ ബസാനിയോയ്ക്ക് വേണ്ടി ആ ഉടമ്പടിയിൽ അന്റോണിയോ ഒപ്പുവെക്കുകയും ചെയ്തു. ഇതേ സമയം തന്നെ അങ്ങ് ബെൽമോണ്ടിൽ പോർഷ്യയെ വിവാഹം കഴിക്കാനായി പല ദിക്കുകളിൽ നിന്നും ധനികരും രാജകുമാരന്മാരും ബെൽമോണ്ടിലെ ആ മാളികയിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. പോർഷ്യയുടെ പ്രാർത്ഥനയുടെ ഫലമെന്നോണം അവർക്കാർക്കും ശരിയായ പെട്ടി തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ല. ഒടുവിലായി അവിടേക്ക് എത്തിയത് മൊറോക്കൻ രാജകുമാരനായിരുന്നു. പോർഷ്യ തനിക്ക് സ്വന്തമായെന്ന് ഉറപ്പിച്ചാൽ സ്വർണത്തിൽ തീർത്ത ആ പെട്ടി തിരഞ്ഞെടുത്തുവെങ്കിലും നിർഭാഗ്യവശാൽ അതിനുള്ളിൽ പോർഷ്യയുടെ ചിത്രമുണ്ടായിരുന്നില്ല. അതിനുള്ളിലുണ്ടായിരുന്ന കടലാസിൽ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നായിരുന്നു എഴുതിയിരുന്നത്. നിരാശനായി അയാളും അവിടെ നിന്ന് മടങ്ങിയ ശേഷം തനിക്ക് വേണ്ടി തൻ്റെ പ്രിയപ്പെട്ടവൻ എത്തുന്നതും കാത്ത് പോർഷ്യ വീണ്ടും കാത്തിരിപ്പ് തുടർന്നു. ഇതേ സമയം ഷൈലോക്ക് പണം നൽകാമെന്ന് സമ്മതിച്ചതിന് പിന്നാലെ ബസാനിയോ ബെൽമോണ്ടിലേക്ക് പുറപ്പെടാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. അപ്പോഴാണ് അവിടേക്ക് ഷൈലോക്കിൻ്റെ സേവകനായ ലാൻസലോട്ടും അയാളുടെ അച്ഛനും എത്തുന്നത്. ക്രൂരനായ യഹൂദിനെ സേവിച്ച് തനിക്ക് മതിയായെന്നും ബെൽമോണ്ടിലേക്കുള്ള യാത്രയിൽ തന്നെയും കൂടെ കൂട്ടണമെന്നും ലാൻസലോട്ട് ബസാനിയോട് അപേക്ഷിച്ചു. ബെൽമോണ്ടിലേക്ക് പോകുമ്പോൾ തനിക്കൊപ്പം കുറച്ച് സേവകരും വേണമെന്നുള്ളതുകൊണ്ട് തൻ്റെ ഒപ്പം കൂടിക്കൊള്ളാൻ ബസാനിയോ ലാൻസലോട്ടിനോട് പറഞ്ഞു. താൻ തൻ്റെ ജോലി ഉപേക്ഷിക്കുകയാണെന്ന് അറിയിക്കാൻ ലാൻസലോട്ട് ഷൈലോക്കിൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അവിടെ ഷൈലോക്കിൻ്റെ മകൾ ജെസിക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലാൻസലോട്ട് തൻ്റെ അച്ഛൻ്റെ കീഴിലുള്ള ജോലി ഉപേക്ഷിക്കുകയാണെന്ന് മനസ്സിലായ ജെസിക്ക അയാളെ ഒരു കത്തേൽപ്പിച്ചു. ബസാനിയോയുടെ സുഹൃത്തായ ലൊറൻസോയെ ഏൽപ്പിക്കുവാനാണ് ജെസിക്ക കത്ത് അയാളെ ഏൽപ്പിച്ചത്. ജെസിക്കയും ലൊറൻസോയും
വളരെ കാലമായി പ്രണയത്തിലായിരുന്നു. പക്ഷെ ഷൈലോക്ക് അവളെ ഗെറ്റോയ്ക്ക് പുറത്തിറങ്ങാൻ പോലും അനുവദിച്ചിരുന്നില്ല. എന്തിന് സാബത്ത് ദിവസം സിനഗോഗിലേക്ക് പോവാൻ മാത്രമേ ഷൈലോക്ക് തൻ്റെ മകളെ ആ വീട്ടിൽ നിന്ന് പോലും പുറത്തിറക്കിയിരുന്നുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ ഒരു ക്രൈസ്തവനായ ലൊറൻസോയുമായുള്ള പ്രണയം തൻ്റെ അച്ഛൻ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് ജെസീക്കയ്ക്ക് അറിയാമായിരുന്നു. നിന്നെപ്പോലെ എനിക്കും എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നാണ് ജെസീക്ക ലാൻസലോട്ടിനോട് പറഞ്ഞത്. ഇതേ സമയം തന്നെ ഷൈലോക്ക് പണം നൽകിയതോടെ ബെൽമോണ്ടിലേക്ക് പുറപ്പെടും മുൻപ് ബെസാനിയോ തൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാമായി ഒരു വിരുന്നൊരുക്കിയിരുന്നു. ആ വിരുന്നിനിടയ്ക്കാണ് ജെസീക്കയുടെ കത്ത് ലാൻസലോട്ട് ലൊറൻസോയെ ഏൽപ്പിച്ചത്. ലൊറൻസോ പറഞ്ഞത് പ്രകാരം ഈ രാത്രി തന്നെ അയാളോടൊപ്പം ഇറങ്ങിച്ചെല്ലാമെന്നും ഈ നഗരത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്നും ജെസീക്ക കത്തിൽ സമ്മതിച്ചിരുന്നു. പക്ഷേ അവരുടെ ആ പദ്ധതികളൊന്നും അതേ വിരുന്നിൽ സന്നിഹിതനായിരുന്ന ഷൈലോക്ക് അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ആ വിരുന്ന് അവസാനിക്കും മുന്നേ തന്നെ ലോറൻസോയും സുഹൃത്തുക്കളും ഗെറ്റോയിലെ ഷൈലോക്കിൻ്റെ വീട്ടിലേക്കെത്തി. അപ്പോഴവിടെ സന്തോഷവതിയായിരുന്ന ജെസിക്ക ലോറൻസോയ്ക്കൊപ്പം പോകുമ്പോൾ തൻ്റെ അച്ഛൻ്റെ 2 വലിയ പണപ്പെട്ടികളും കയ്യിലെടുത്തിരുന്നു. ബസാനിയോയുടെ വിരുന്ന് കഴിഞ്ഞ് ഷൈലോക്ക് വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോഴേക്കും ജെസിക്കയും ലോറൻസോയും അവിടെ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്നു. തൻ്റെ മകൾ തന്നെ ചതിച്ച ക്രൈസ്തവനൊപ്പം പോയി എന്നത് ഷൈലോക്കിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അതോടൊപ്പം അവൾ വീട്ടിലുണ്ടായിരുന്ന പണപ്പെട്ടികളും കൊണ്ടുപോയി മനസ്സിലായപ്പോൾ ഷൈലോക്ക് തകർന്നുപോയി. താൻ ഇത്ര നാളും കഷ്ടപ്പെട്ടത് തൻ്റെ മകൾക്കും ആ പണത്തിനും വേണ്ടിയാണ്. പക്ഷേ ഇന്നിതാ ഒറ്റ രാത്രി കൊണ്ട് രണ്ടും തനിക്ക് നഷ്ടമായിരിക്കുന്നു. ഇതേ സമയം തന്നെ അന്റോണിയോ ബെസാനിയോയെയും അയാൾക്കൊപ്പം ഗ്രാച്ചിയാനോയെയും ഒരു വലിയ സേവക വൃന്ദത്തോടൊപ്പം ബെൽമോണ്ടിലേക്ക് യാത്ര അയച്ചിരുന്നു. ലോറൻസോയെയും തൻ്റെ മകളെയും രക്ഷപ്പെടാൻ സഹായിച്ചത് അന്റോണിയോ തന്നെയായിരിക്കുമെന്ന് കരുതി ഷൈലോക്ക് അവിടേക്ക് എത്തുമ്പോഴേക്കും ആ കപ്പൽ അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. അങ്ങനെ പിറ്റേന്ന് തൻ്റെ മകളെ അന്വേഷിച്ച് ഷൈലോക്ക് അന്റോണിയോയുടെ സുഹൃത്തുക്കളായ സൊലാനിയോയ്ക്കും സെലേരിയയ്ക്കും അടുത്തേക്കെത്തി. ജെസിക്കയെ കടത്തിക്കൊണ്ടുപോകാൻ ലൊറൻസോയ്ക്കൊപ്പം സൊലാനിയോയും ഉണ്ടായിരുന്നുവെങ്കിലും തങ്ങൾക്കൊന്നും അറിയില്ല എന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷെ അവർക്കെല്ലാം അറിയാമെന്ന് ഷൈലോക്കിനറിയാമായിരുന്നു. ഇതിനെല്ലാം പിന്നിൽ അന്റോണിയോ തന്നെ ആയിരിക്കുമെന്നും അയാൾ തെറ്റിദ്ധരിച്ചു. ഈ സമയത്ത് തന്നെയാണ് ട്രിപ്പൊളിയിലേക്ക് പുറപ്പെട്ട അന്റോണിയോയുടെ കപ്പൽ മുങ്ങി എന്ന വാർത്ത വെനീസിലേക്ക് എത്തുന്നത്. അന്റോണിയോയുടെ അടങ്ങാത്ത പക മനസ്സിലുണ്ടായിരുന്ന ഷൈലോക്ക് അവനോട് ഞാൻ പ്രതികാരം ചെയ്യുമെന്ന് സൊലാനിയോടും സെലേരിയോടും പറഞ്ഞു. അപ്പോഴാണ് ജെസിക്കയെ കണ്ടെത്താൻ ജനോവയിലേക്ക് ഷൈലോക്ക് പറഞ്ഞയച്ച അയാളുടെ സുഹൃത്ത് ട്യൂബൽ അവിടേക്ക് എത്തുന്നത്. ജെസിക്ക അന്റോണിയോയുടെ സുഹൃത്തായ ലൊറൻസോയ്ക്കൊപ്പം കഴിഞ്ഞ രാത്രി ജനോവയിൽ ഉണ്ടായിരുന്നുവെന്നും അവർ വലിയൊരു തുകയ്ക്ക് അവിടെ ചൂത് കളിച്ചുവെന്നും ട്യൂബൽ ഷൈലോക്കിനെ അറിയിച്ചു. ഇതുകൂടി കേട്ടതോടെ അയാൾക്ക് ദുഃഖവും ദേഷ്യവും അടക്കാനായില്ല. ഞാൻ ഊണും ഉറക്കവും വിളച്ചുണ്ടാക്കിയതാണ് ആ സമ്പാദ്യമെല്ലാം. അതിലെ ഓരോ സ്വർണ്ണ നാണയത്തിലും എൻ്റെ വിയർപ്പുണ്ട്, ഓരോ രത്നത്തിലും എൻ്റെ ശ്വാസവും രക്തവുമുണ്ട്. അതവൾക്ക് എങ്ങനെ ചിലവഴിക്കാൻ തോന്നി? എൻ്റെ മകൾ ഇപ്പോൾ എൻ്റെ കാൽച്ചുവട്ടിൽ മരിച്ചു വീണിരുന്നുവെങ്കിൽ പോലും എനിക്ക് ഇത്രയും ദുഃഖമുണ്ടാകുമായിരുന്നില്ല. എന്നാൽ അവൾ ആ ക്രൈസ്തവനൊപ്പം ചേർന്ന് എന്നെ ചതിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഹൃദയം തകർന്നു നിൽക്കുന്ന ഷൈലോക്കിനോട് ഒരു കാര്യം കൂടി ട്യൂബൽ പറഞ്ഞു. ജെസിക്ക തൻ്റെ കയ്യിലെ സ്വർണ്ണമോതിരം കൊടുത്തൊരു കുരങ്ങിനെ വാങ്ങിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. തൻ്റെയും ജെസിക്കയുടെ അമ്മയുടെയും വിവാഹമോതിരമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ആ മോതിരത്തിന് അതിലെ സ്വർണത്തെക്കാളും രത്നത്തെക്കാളും മതിപ്പുണ്ട്. ഒരിക്കലും അത് നഷ്ടപ്പെടുത്തരുത് എന്ന് താൻ തൻ്റെ മകളോട് പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലും അവൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഷൈലോക്കിൻ്റെ ആ ദുഃഖവും ദേഷ്യവും വൈരാഗ്യവും എല്ലാം ഒടുവിൽ ചെന്ന് നിന്നത് ഒരാളിലേക്കാണ്, അന്റോണിയിലേക്ക്. ഞാൻ അവനോട് പ്രതികാരം ചെയ്യും, ഞാൻ അവനെ വേദനിപ്പിക്കുമെന്ന് ഷൈലോക്ക് ട്യൂബലിന് മുന്നിൽ ശപഥം ചെയ്തു. വെനീസിൽ ഇതെല്ലാം നടക്കുമ്പോൾ ബസാനിയോയും സംഘവും ബെൽമോണ്ടിലേക്ക് അടുത്തു കഴിഞ്ഞിരുന്നു. മത്സരത്തിനായി വെനീസിൽ നിന്നൊരു സുന്ദരനായ പ്രഭു വന്നിരിക്കുന്നുവെന്ന് ഒരു സേവകൻ പോർഷയെ അറിയിച്ചു. ഏറെ ആഹ്ലാദത്തോടെ പോർഷ്യ തൻ്റെ മട്ടുപ്പാവിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഇതാ താൻ കാത്തിരുന്ന തൻ്റെ ബസാനിയോ സേവക വൃന്ദത്തിനൊപ്പം വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ തൻ്റെ മണിമാളികയിലേക്ക് കടന്നു വരുന്നു. പോർഷ്യ ആഹ്ലാദഭരിതയായെങ്കിലും തൻ്റെ അച്ഛൻ നിശ്ചയിച്ച മത്സരം കൂടി അയാൾ ജയിക്കേണ്ടതുണ്ടല്ലോ എന്ന പേടിയായിരുന്നു അവളുടെ മനസ്സിൽ. പോർഷ്യയ്ക്ക് മുന്നിലെത്തിയ ശേഷം എൻ്റെ പ്രണയം നിനക്ക് നൽകാൻ എൻ്റെ ഹൃദയം വെമ്പുകയാണ്, എവിടെയാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ട പെട്ടികളെന്നാണ് ബസാനിയോ ചോദിച്ചത്. ഒട്ടും സമയം വൈകിക്കാതെ പോർഷ്യ ബസാനിയോയെ ആ പെട്ടികൾക്കടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. 3 ലോഹങ്ങളിൽ തീർത്ത 3 പെട്ടികൾ. ഓരോ പെട്ടിയിലും അയാൾ സ്പർശിച്ച് അവയോട് സംവദിച്ചു. ഇതിനു മുൻപ് വന്നവരാരും ശരിയായ പെട്ടി തിരഞ്ഞെടുത്തിരുന്നില്ല. കാരണം അവർ തിളക്കമുള്ള സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പെട്ടികളായിരിക്കും തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക.
അതുകൊണ്ട് തന്നെ തിളക്കം കുറഞ്ഞ ഈയപ്പെട്ടിയാണ് ബസാനിയോയെ ആകർഷിച്ചത്. നെഞ്ചിടിപ്പോടെ പോർഷെ നോക്കി നിൽക്കെ ബസാനിയോ ഈയത്തിൽ തീർത്ത പെട്ടി തന്നെ തിരഞ്ഞെടുത്തു. അയാളത് പതിയെ തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ പോർഷയുടെ ആ മനോഹര ചിത്രമുണ്ടായിരുന്നു. നിശബ്ദതയിൽ മുറുകിക്കെട്ടി നിന്ന ആ മുറിയിലെ അന്തരീക്ഷം ഒറ്റ നിമിഷം കൊണ്ട് ആഹ്ലാദഭരിതമായി. അതോടൊപ്പം പോർഷയുടെ മനസ്സും. അവിടെ കൂടിയിരുന്ന തങ്ങളുടെ സുഹൃത്തുക്കളെയും സേവകരെയും സാക്ഷിയാക്കി മധുര ചുംബനം നൽകി പോർഷ്യ ബസാനിയോയെ തൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്തു. എൻ്റെ അച്ഛൻ്റെ ആഗ്രഹവും എൻ്റെ ആഗ്രഹവും ഒരുപോലെ യാഥാർത്ഥ്യമാകുമെന്ന് ഞാൻ കരുതിയിരുന്നതേയില്ല. എന്നാൽ ഇതാ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവന് തന്നെ ഞാൻ സ്വന്തമായിരിക്കുന്നു. എൻ്റെ അച്ഛൻ എനിക്ക് കൈമാറിയ അളവില്ലാത്ത സ്വത്തും ഈ മണിമാളികയും ഇവിടുത്തെ സേവകരും ഈ ഞാനും ഇനി നിങ്ങളുടേത് മാത്രമാണ്. ഇത് പറഞ്ഞ ശേഷം പോർഷ്യ ബസാനിയോയ്ക്ക് തൻ്റെ സ്നേഹസമ്മാനമായൊരു മോതിരം സമ്മാനിച്ചു. ഈ മോതിരം നിങ്ങൾക്കെന്നോടുള്ള പ്രണയത്തിൻ്റെ പ്രതീകമാണ്. ഇതൊരിക്കലും ഒരു സാഹചര്യത്തിലും നഷ്ടപ്പെടുത്തരുത്. നഷ്ടപ്പെടുത്തുന്ന നിമിഷത്തിൽ നിങ്ങൾക്കെന്നോടുള്ള പ്രണയം അവസാനിച്ചു എന്നർത്ഥം. പോർഷ്യ തൻ്റെ സ്നേഹസമ്മാനം നൽകിയപ്പോൾ ഈ മോതിരം ഞാൻ നഷ്ടപ്പെടുത്തിയെന്ന് നീ അറിയുന്നുവെങ്കിൽ ബസാനിയോ മരിച്ചു എന്നാണ് അതിനർത്ഥമെന്ന് അയാൾ പോർഷ്യയോട് പറഞ്ഞു. അങ്ങനെ ആ സുന്ദര നിമിഷത്തിലാണ് തൻ്റെ പ്രണയവും പരസ്യമാക്കാൻ ഗ്രാസിയാനോ തീരുമാനിക്കുന്നത്. ഗ്രാസിയാനോയും നെരീസയും വളരെ കാലമായി പ്രണയത്തിലായിരുന്നു. പക്ഷേ അക്കാര്യം ബസാനിയോയ്ക്കോ എന്തിന് പോർഷ്യയ്ക്കോ പോലും അറിവില്ലായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും സന്തോഷകരമായ വിരുന്നിലേക്ക് പിന്നീട് ജനോവയിൽ നിന്ന് ലോറൻസോയും ജെസീക്കയും എത്തുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് സന്തോഷത്തിൻ്റെ നാളുകളുടെ തുടക്കമായിരുന്നു അത്. പക്ഷേ ആ സന്തോഷം അധിക നാൾ നീണ്ടു നിന്നില്ല. കൃത്യം 3 മാസങ്ങൾക്ക് ശേഷം വെനീസിൽ നിന്നുള്ള വാർത്തയുമായി സൊലാനിയോ അവിടേക്കെത്തി. ആ വാർത്തയെറിഞ്ഞ് ദുഃഖിച്ചിരിക്കുന്ന ബസാനിയോയ്ക്കടുത്തേക്കെത്തി നിങ്ങളുടെ ദുഃഖത്തിൻ്റെ കാരണം എന്താണെങ്കിലും എന്നെ കൂടി അറിയിക്കുമെന്ന് പോർഷ്യ ബസാനിയോട് പറഞ്ഞു. അപ്പോഴാണ് ഇവിടേക്ക് വരാൻ പണമില്ലാതിരുന്ന തന്നെ സഹായിച്ച തൻ്റെ ഉറ്റ സുഹൃത്ത് അന്റോണിയെക്കുറിച്ചും തങ്ങൾക്ക് പണം തന്ന ഷൈലോക്കിനെക്കുറിച്ചും തങ്ങൾ ഏർപ്പെട്ട ആ കരാറിനെക്കുറിച്ചും ബസാനിയോ പോർഷ്യയോട് പറയുന്നത്. പക്ഷേ അന്റോണിയോയുടെ കപ്പലുകളൊന്നും തിരിച്ചെത്തിയിരുന്നില്ല. അതിനാൽ തന്നെ അയാൾക്ക് പണം മടക്കി നൽകാനും സാധിച്ചില്ല. ഇപ്പോഴിതാ ഉടമ്പടി പ്രകാരമുള്ള നീതിക്കായി ഷൈലോക്ക് ഡ്യൂക്കിനെ സമീപിച്ചിരിക്കുന്നു. കരാർ അനുസരിച്ച് തൻ്റെ ഉറ്റ സ്നേഹിതൻ്റെ ശരീരത്തിലെ ഒരു റാത്തൽ മാംസം വേണമെന്നാണ് ഷൈലോക്കിൻ്റെ ആവശ്യം. അയാൾ ക്രൂരനാണ്. അയാളത് ചെയ്യുമെന്ന് സൊലാനിയോ പറഞ്ഞപ്പോൾ തൻ്റെ അച്ഛൻ ട്യൂബലിനോട് പറഞ്ഞ കാര്യമാണ് ജെസിക്ക പറഞ്ഞത്. ഞാൻ അച്ഛനൊപ്പം ഉണ്ടായിരുന്നപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. ഉടമ്പടിയുടെ കാലാവധി കഴിഞ്ഞാൽ മുതലിൻ്റെ 20 ഇരട്ടി അന്റോണിയോ തരാമെന്ന് പറഞ്ഞാലും അയാളുടെ മാംസം കിട്ടിയാലേ താൻ അടങ്ങുമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അന്റോണിയോട് അത്രയ്ക്കും പകയുണ്ട് അച്ഛന്. ഇക്കാര്യം അറിഞ്ഞ ഉടനെ എന്തു തന്നെയായാലും മുതലിൻ്റെ ഇരട്ടി തുകയുമായി വേഗം തന്നെ വെനീസിലേക്ക് പുറപ്പെട്ടു കൊള്ളാനും പക്ഷേ അതിനു മുൻപ് തന്നെ വിവാഹം കഴിക്കണമെന്നും പോർഷ്യ ബസാനിയോട് പറഞ്ഞു. അങ്ങനെ അന്ന് തന്നെ തിടുക്കപ്പെട്ട ബസാനിയോയും പോർഷ്യയും ഒപ്പം ഗ്രാസിയാനോയും നെരീസയും വിവാഹിതരായി. ആ വിവാഹ വസ്ത്രത്തിൽ തന്നെ പോർഷ്യയും നെരീസയും തങ്ങളുടെ ഭർത്താക്കന്മാരെ വെനീസിലേക്ക് യാത്രയാക്കി. ഇതേ സമയം അങ്ങ് വെനീസിൽ കാര്യങ്ങളെല്ലാം അന്റോണിയോയുടെ കൈവിട്ടു പോയിരുന്നു. ഷൈലോക്കിൻ്റെ പരാതിയിന്മേൽ അധികാരികൾ അന്റോണിയോയെ വിചാരണയ്ക്കായി പിടികൂടി കഴിഞ്ഞിരുന്നു. അവസാന ശ്രമമെന്ന രീതിയിൽ തന്നോട് ക്ഷമിക്കണമെന്നും തനിക്ക് കുറച്ചു കാലാവധി കൂടി തരണമെന്നും ഷൈലോക്കിനോട് അയാൾ അപേക്ഷിച്ചു. പക്ഷേ ഷൈലോക്ക് അതിന് സമ്മതിച്ചില്ല. അന്റോണിയോട് പകരം വീട്ടാൻ ഇതിലും നല്ലൊരവസരം ഷൈലോക്കിന് കിട്ടാനില്ലായിരുന്നു. നീ എന്നെ അത്യാഗ്രഹിയായ പട്ടി എന്ന് വിളിക്കും മുൻപ് ഓർക്കണമായിരുന്നു. എല്ലാ പട്ടികൾക്കും ഒരു ദിവസമുണ്ടായിരുന്ന ഇന്നെൻ്റെ ദിവസമാണ്. എൻ്റെ കയ്യിൽ ഈ ഉടമ്പടി ഉള്ളിടത്തോളം കാലം എനിക്ക് നീതി കിട്ടിയേ മതിയാവൂ. നിന്റെ ശരീരത്തിൽ നിന്ന് എനിക്ക് അവകാശപ്പെട്ട മാംസം ഞാൻ അറുത്തെടുക്കുമ്പോഴേ എനിക്ക് ആ നീതി കിട്ടൂ. ഇനിയും അയാളോട് അപേക്ഷിക്കുന്നതിൽ കാര്യമില്ല എന്ന് മനസ്സിലായ അന്റോണിയോ പിന്നീട് അയാളോടൊന്നും പറയാൻ നിന്നില്ല. തൻ്റെ രക്ഷയ്ക്കായി ബസാനിയോ എത്രയും വേഗം എത്തണമേ എന്ന് പ്രാർത്ഥിച്ച് അയാൾ ആ വരാന്തയിൽ തന്നെ നിന്നു. ബസാനിയോയ്ക്ക് അതിന് കഴിഞ്ഞില്ലെങ്കിൽ ആ ശിക്ഷ ഏറ്റുവാങ്ങാനും അന്റോണിയോ തൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി. പക്ഷേ മുതലിൻ്റെ ഇരട്ടി തുകയുമായി ബസാനിയോ പോയിരുന്നുവെങ്കിലും ഷൈലോക്ക് അതുകൊണ്ടൊന്നും തൃപ്തനാവില്ല എന്ന് ബുദ്ധിമതിയായ പോർഷ്യയ്ക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ മടങ്ങി വരുന്നവരെ തൻ്റെ മാളിക ലോറൻസോയെയും ജെസിക്കയും ഏൽപ്പിച്ച് പോർഷ്യ നിയമോപദേശങ്ങൾ തേടാനായി തൻ്റെ അടുത്ത ബന്ധുവും നിയമപണ്ഡിതനുമായ ബെല്ലാരിയോയ്ക്കടുത്തേക്ക് പുറപ്പെട്ടു. ബെല്ലാരിയോയിൽ നിന്ന് നിയമോപദേശങ്ങൾ സ്വീകരിച്ച ശേഷം നെരീസയ്ക്കൊപ്പം പോർഷ്യ പോകുന്നത് വെനീസിലേക്ക് തന്നെയാണ്. അങ്ങനെ പിറ്റേന്ന് തന്നെ
അന്റോണിയോയുടെ വിചാരണ ആരംഭിച്ചു. വിധി കേൾക്കാനായി തടിച്ചുകൂടിയ ജനങ്ങൾക്ക് നടുവിലേക്ക് ന്യായാധിപനായ ഡ്യൂക്ക് എത്തി. ന്യായാധിപന് മുന്നിലേക്ക് തൻ്റെ പക്കലുണ്ടായിരുന്ന ഉടമ്പടിയുമായി ഷൈലോക്കും എത്തി. എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന് ഡ്യൂക്ക് ചോദിച്ചപ്പോൾ തൻ്റെ പക്കലുള്ള ഉടമ്പടി പ്രകാരമുള്ള നീതിയാണ് തനിക്ക് വേണ്ടത് എന്ന് ഷൈലോക്ക് അദ്ദേഹത്തെ അറിയിച്ചു. ഷൈലോക്ക് പറയുന്നതെല്ലാം കേട്ട് നിന്ന് അന്റോണിയോയ്ക്കാകട്ടെ വാദിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അയാളുടെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചിരുന്നു. ഉടമ്പടി പ്രകാരമുള്ള ശിക്ഷയ്ക്ക് താൻ തയ്യാറാണ് എന്ന് പോലും അയാൾ കോടതിയെ അറിയിച്ചു. പക്ഷേ ഷൈലോക്കിൻ്റെ ആവശ്യം ക്രൂരവും അന്യായവുമാണെന്ന് ഡ്യൂക്കിനറിയാമായിരുന്നു. നീതിമാനും പരസഹായിയുമായ ആന്റോണിയോ ഒരിക്കലും അങ്ങനെ ഒരു ശിക്ഷ അർഹിക്കുന്നില്ല എന്ന് ഡ്യൂക്കിന് മനസ്സിലായിരുന്നു. പക്ഷേ നിയമത്തിൻ്റെ വഴിയെ പോവേണ്ടതുണ്ട്. ഇത്രയും വിചിത്രമായൊരു ഉടമ്പടിയും അതിനുമേലുള്ള വാദങ്ങളും ഡ്യൂക്ക് മുൻപ് കണ്ടിട്ടേയില്ല. അതുകൊണ്ട് തന്നെ പരിചയസമ്പന്നനായ ബെല്ലാരിയോ എന്ന ന്യായാധിപന്റെ സഹായം തേടി ഡ്യൂക്ക് അയാൾക്കടുത്തേക്ക് ആളെ അയച്ചു. ഇതേ ബെല്ലാരിയോയോടായിരുന്നു പോർഷ്യ നിയമോപദേശം തേടിയതും. അങ്ങനെ ആ വാദങ്ങൾ തുടരുന്നതിനിടയ്ക്ക് ഷൈലോക്കിന് നൽകാനുള്ള മുതലിൻ്റെ ഇരട്ടി തുകയുമായി ബസാനിയോ അവിടേക്കെത്തി. പക്ഷേ അതുകൊണ്ടൊന്നും ഷൈലോക്ക് തൃപ്തനായില്ല. കാരണം പണം തിരികെ ലഭിക്കേണ്ട സമയം ഇതിനോടകം കഴിഞ്ഞിരുന്നു. 6000 ഡക്കറ്റൽ ഇതിൻ്റെ 60 ഇരട്ടി പണം നിങ്ങൾ എനിക്ക് തന്നാലും എനിക്ക് ഉടമ്പടി പ്രകാരമുള്ള നീതി തന്നെ വേണമെന്ന് ഷൈലോക്ക് വാശി പിടിച്ചു. അതോടെ അവിടെ കൂടിയിരുന്ന ആ മനുഷ്യർ അയാളെ അസഭ്യം പറയുകയും ക്രൂരനായ യഹൂദനെന്ന് വിളിച്ച് അയാളുടെ ശരീരത്തെ തുപ്പുകയും ചെയ്തു. അപ്പോഴും അന്റോണിയോട് ഒരല്പം ദയവ് കാണിച്ചുകൂടെയെന്ന് ഡ്യൂക്ക് ഷൈലോക്കിനോട് ചോദിച്ചു. പക്ഷേ അതിനും ഷൈലോക്കിന് മറുവാദമുണ്ടായിരുന്നു. ന്യായാധിപനായ അങ്ങേക്കുൾപ്പെടെ ഇവിടെ കൂടിയിരിക്കുന്ന ഈ മനുഷ്യരിൽ വലിയൊരു ശതമാനം ആളുകൾക്കും നിങ്ങൾ പണം കൊടുത്തു വാങ്ങിയ അടിമകളുണ്ട്. ഒരു ദിവസം അവരോട് ദയവ് കാണിച്ചേക്കാമെന്ന് കരുതി നിങ്ങളവരെ സ്വതന്ത്രരാക്കുമോ? നിങ്ങളുടെ അടിമകളുടെ മെത്തകൾ നിങ്ങളുടേതുപോലെ മൃദുലമാക്കി കൊടുക്കുമോ? നിങ്ങളുടെ മക്കളെ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കുമോ? ഇല്ല. കാരണം അവർ നിങ്ങൾ വില കൊടുത്തു വാങ്ങിയ അടിമകളാണ്. നിങ്ങൾ വില കൊടുത്തു വാങ്ങിയ എന്തിനേയും നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തും ചെയ്യാനുള്ള അധികാരം ഈ നാട്ടിലെ നിയമം നിങ്ങൾക്ക് അനുവദിക്കുന്നു. ഈ ഉടമ്പടിയും ഞാൻ പണം കൊടുത്തു വാങ്ങിയതാണ്. ഇതിലെന്ത് തീർപ്പ് കൽപ്പിക്കാനുമുള്ള അവകാശം ഈ നാട്ടിലെ നിയമം എനിക്കും നൽകുന്നുണ്ട്. കോടതിക്ക് മുന്നിൽ ഇത് പറഞ്ഞ ശേഷം ഷൈലോക്ക് തൻ്റെ കത്തിക്ക് മൂർച്ച കൂട്ടാൻ ആരംഭിച്ചു. ഈ സമയത്ത് തന്നെയാണ് വിചാരണയിൽ പങ്കെടുക്കാൻ അസൗകര്യമുണ്ട് എന്നറിയിച്ചുകൊണ്ട് ബെല്ലാരിയോട് ദൂതനായി ഒരു ക്ലർക്ക് അവിടേക്ക് എത്തുന്നത്. പക്ഷേ തനിക്ക് പകരമായി ബൽത്തസാർ എന്നൊരു മിടുക്കനായ യുവ നിയമജ്ഞനെയും ബെല്ലാരിയോ അവിടേക്ക് അയച്ചിരുന്നു. എന്നാൽ ബൽത്തസാർ എന്ന പേരിൽ അവിടേക്ക് എത്തിയത് വേഷം മാറി വന്ന തൻ്റെ ഭാര്യ പോർഷ്യയാണെന്ന് ബസാനിയോ തിരിച്ചറിഞ്ഞില്ല. അവർക്കൊപ്പമുണ്ടായിരുന്ന ആ ക്ലർക്ക് തൻ്റെ ഭാര്യ നെരീസയാണെന്ന് ഗ്രാറ്റ്സിയാനോയ്ക്ക് മനസ്സിലായില്ല. അവർ അപ്പോഴും കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരുന്ന ഷൈലോക്കിനെ അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പോർഷ്യ അല്ലെങ്കിൽ ബൽത്തസാർ ഷൈലോക്കിനടുത്തേക്കെത്തി. നിങ്ങളുടെ വാദങ്ങളെല്ലാം വിചിത്രമാണെങ്കിലും അത് നിയമപരമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഒരല്പം ദയവ് അയാളോട് കാണിച്ചുകൂടെ എന്ന് പോർഷ്യയും ഷൈലോക്കിനോട് ചോദിച്ചു. ദയ എന്നത് സ്വർഗത്തിൽ നിന്നുള്ള മഴ പോലെയാണ്. ദയ നൽകുന്നവനും ലഭിക്കുന്നവനും ഒരേ സമയം അനുഗ്രഹീതരാകുന്നു. ദയ കാണിക്കുന്നവർ കിരീടമോ സിംഹാസനമോ പോലുമില്ലാത്ത രാജാക്കന്മാരായി മാറുന്നു. പക്ഷേ പോർഷ്യയുടെ ദയയെക്കുറിച്ചും കരുണയെക്കുറിച്ചുമുള്ള നീണ്ട പ്രസംഗം കേൾക്കാൻ ഷൈലോക്ക് തയ്യാറല്ലായിരുന്നു. തനിക്ക് നിയമമനുസരിച്ചുള്ള നീതി തന്നെ വേണമെന്ന് അയാൾ വീണ്ടും ആവർത്തിച്ചു. പക്ഷെ അപ്പോഴും താൻ മുതലിൻ്റെ 10 ഇരട്ടി തിരികെ കൊടുക്കാമെന്നും അതും പോരെങ്കിൽ തൻ്റെ ഹൃദയം തന്നെ അയാൾക്ക് പറിച്ചു നൽകാമെന്നും പക്ഷെ തനിക്ക് വേണ്ടി ഈ ത്യാഗം ചെയ്യാൻ തയ്യാറായ തൻ്റെ സുഹൃത്തിനെ വെറുതെ വിടണമെന്നും ബസാനിയോ ഡ്യൂക്കിനോട് അപേക്ഷിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല എന്നറിയാവുന്ന പോർഷ്യ നിയമത്തിന് മുന്നിൽ ഇത്തരം വൈകാരികതയ്ക്കൊന്നും പ്രാധാന്യമില്ല എന്ന് ബസാനിയോയെ ഓർമ്മിപ്പിച്ചു. ശേഷം അവർ ഷൈലോക്കിൻ്റെ കയ്യിലുണ്ടായിരുന്ന കരാറ് വിശദമായി വായിച്ചു. അവസാനമായി ഒരു തവണ കൂടി മുതലിൻ്റെ ഇരട്ടി തുക വാങ്ങി ആന്റോണിയോട് ക്ഷമിക്കാൻ തയ്യാറാണോ എന്ന് പോർഷ്യ ഷൈലോക്കിനോട് ചോദിച്ചു. പക്ഷെ അപ്പോഴും അയാൾ അതിന് തയ്യാറാവാത്തതോടെ കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം നീതി നടപ്പിലാവുക തന്നെ ചെയ്യട്ടെ എന്ന് ബൽത്തസാർ വിധിച്ചു. പക്ഷെ അതിനിടയിൽ അവരെന്തോ ഒരു കാര്യം ഡ്യൂക്കിനോട് രഹസ്യമായി സംസാരിക്കുന്നുണ്ട്. തനിക്ക് അയാളുടെ ഹൃദയത്തോട് ചേർന്നുള്ള നെഞ്ചിലെ മാംസമാണ് വേണ്ടത് എന്ന് ഷൈലോക്ക് പറഞ്ഞു. മാംസം തൂക്കി നോക്കുവാനായി അയാളൊരു ത്രാസ് പോലും അവിടേക്ക് കൊണ്ടുവന്നിരുന്നു. ഇതുകൂടി കണ്ടപ്പോൾ അന്റോണിയോ ശരിക്കും തളർന്നവിടെ വീണുപോയി. ഒരു സർജനെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നതല്ലേ നല്ലത്? അല്ലെങ്കിൽ ഇയാൾ ചോര വാർന്ന് മരിച്ചു പോവില്ലേ എന്ന് പോർഷ്യ ചോദിച്ചപ്പോൾ ഉടമ്പടിയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് ഷൈലോക്ക് ചോദിച്ചത്.
അത്രത്തോളം തീവ്രമായിരുന്നു അയാളുടെ മനസ്സിലെ പക. അങ്ങനെ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ അന്റോണിയോ ഒരു കസേരയിൽ ബന്ധിക്കപ്പെട്ടു. വിധി നടപ്പിലാകും മുൻപ് അന്റോണിയോ ബസാനിയോട് ഇങ്ങനെ പറഞ്ഞു: എൻ്റെ ഈ വിധിയിൽ നിനക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഈ വിധി നീ കാരണമല്ല. നിനക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം നീ എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. തൻ്റെ മരണത്തിന് ഉത്തരവാദി ബസാനിയോ ആണെന്ന് ഒരിക്കലും അവൻ ചിന്തിക്കരുത് എന്നും ബസാനിയോ ഒരിക്കലും അതിൽ വേദനിക്കരുത് എന്നും അന്റോണിയോ ആഗ്രഹിച്ചിരുന്നു. ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ആഴം അപ്പോഴാണ് പോർഷ്യയ്ക്ക് ശരിക്കും മനസ്സിലായത്. പക്ഷേ എന്നിരുന്നാലും നീതി നടപ്പിലാക്കിക്കൊള്ളുവെന്ന് പോർഷ്യ ഷൈലോക്കിനോട് പറഞ്ഞു. തൻ്റെ മൂർച്ച കൂട്ടിയ കത്തി ഷൈലോക്ക് പതിയെ അന്റോണിയോയുടെ നെഞ്ചിലേക്ക് നീട്ടിയപ്പോൾ പെട്ടെന്ന് പോർഷ്യകളെ തടഞ്ഞു. എനിക്ക് അവസാനമായി ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഉടമ്പടി പ്രകാരം അന്റോണിയോയുടെ ശരീരത്തിലെ ഒരു റാത്തൽ മാംസം നിങ്ങളുടേത് തന്നെയാണ്. പക്ഷേ മാംസം മാത്രം. ഈ ഉടമ്പടിയിൽ രക്തത്തെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. അതുകൊണ്ട് അയാളുടെ ശരീരത്തിലെ ഒരു തുള്ളി രക്തം പോലും നിങ്ങൾക്കെടുക്കാൻ കഴിയില്ല. നിങ്ങളങ്ങനെ എടുത്താൽ അത് ഈ ഉടമ്പടിക്കെതിരാണ്, ഇവിടുത്തെ നിയമങ്ങൾക്കെതിരാണ്. ഒരു യഹൂദനൊരു ക്രൈസ്തവൻ്റെ രക്തം ഈ മണ്ണിൽ വീഴ്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളുടെ സ്വത്തും സമ്പാദ്യവുമെല്ലാം ഭരണകൂടം കണ്ടുകിട്ടും. നിങ്ങൾക്കെല്ലാം നഷ്ടമാകും. ഒറ്റ നിമിഷം കൊണ്ടെല്ലാം തൻ്റെ കൈവിട്ടു പോകുന്നതായി ഷൈലോക്കിന് തോന്നി. ഒരു തുള്ളി രക്തം പൊടിയാതെ മാംസമെടുക്കുക എന്നത് അസാധ്യമാണ്. അത് ചെയ്താൽ തനിക്കെല്ലാം നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയ ഷൈലോക്ക് മുതലിൻ്റെ ഇരട്ടി തുക വാങ്ങി ക്രൈസ്തവനോട് ക്ഷമിച്ചു കൊള്ളാമെന്ന് കോടതിക്ക് മുന്നിൽ സമ്മതിച്ചു. പക്ഷേ പോർഷ്യ അതിന് അനുവദിച്ചില്ല. നിങ്ങൾക്ക് ഉടമ്പടി പ്രകാരമുള്ള നീതി വേണമെന്നല്ലേ നിങ്ങൾ വാശി പിടിച്ചത്? അതങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ. ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ മാംസമറുത്ത് നിങ്ങൾ ആ നീതി നേടിയെടുത്തുകൊള്ളൂ. പക്ഷേ കൃത്യം ഒരു റാത്തൽ മാംസമല്ലാതെ ഒരു തുള്ളി രക്തമോ എന്തിന് കൂടുതലായൊരു രോമം പോലും നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നെടുത്താൽ നിങ്ങൾക്കെല്ലാം നഷ്ടമാകും. ഇത് കേട്ടതോടെ അസഭ്യം പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യർ ഷൈലോക്കിനെ പരിഹസിക്കാനും ബൽത്തസാറിനെ പ്രശംസിക്കാനും ആരംഭിച്ചു. താൻ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് ഷൈലോക്ക് തിരിച്ചറിഞ്ഞു. ഇനി ആ ഉടമ്പടി പ്രകാരമുള്ള ഏത് നീക്കവും തനിക്കും തൻ്റെ സ്വത്തിനും ആപത്താണെന്ന് മനസ്സിലാക്കി പിന്തിരിയാൻ തന്നെ അയാൾ തീരുമാനിച്ചു. തനിക്ക് പരാതിയില്ലെന്നും ആ ഉടമ്പടി അസാധുവാക്കിക്കൊള്ളുവെന്നും ഷൈലോക്ക് കോടതിയോട് പറഞ്ഞു. പക്ഷെ അപ്പോഴും പോർഷ്യ വിട്ടുകൊടുത്തില്ല. ആ ക്രൂരനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് തന്നെ അവൾ തീരുമാനിച്ചിരുന്നു. ഉടമ്പടി അസാധുവാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് മാംസം മുറിച്ചെടുക്കാൻ തുനിഞ്ഞത്? ഇയാൾ രക്തം വാർന്ന് മരിക്കുമെന്നറിയാമായിരുന്നിട്ടും നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തിന് നേരെ കത്തി ഉയർത്തിയത്? വെനീസിലെ നിയമപ്രകാരം ഒരുവൻ മനഃപൂർവ്വമോ അല്ലാതെയോ മറ്റൊരുവനെ വധിക്കാൻ ശ്രമിച്ചാൽ എന്താണ് ശിക്ഷയെന്ന് നിങ്ങൾക്കറിയില്ലേ? ആ കുറ്റവാളിയുടെ സ്വത്തുക്കളിൽ പകുതി ഭരണകൂടം കണ്ടുകിട്ടും. ബാക്കി പകുതി വധശ്രമത്തിന് വിധേയനായി ഇരയ്ക്ക് ലഭിക്കും. കുറ്റവാളിയെ തൂക്കിലേറ്റണമോ അയാളോട് ക്ഷമിക്കണമോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഡ്യൂക്കിന് മാത്രമാണുള്ളത്. നിങ്ങൾക്ക് ഈ നിമിഷത്തിൽ അദ്ദേഹത്തോട് ദയയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം. ഷൈലോക്കിന് തൻ്റെ കണ്ണിൽ ഇരുട്ട് കയറി തുടങ്ങിയിരുന്നു. താൻ കുറ്റവാളിയാവുകയാണെന്ന് മനസ്സിലായപ്പോൾ, തനിക്കെല്ലാം നഷ്ടപ്പെടുകയാണെന്ന് മനസ്സിലായപ്പോൾ ഷൈലോക്ക് ആ ന്യായാധിപന് മുന്നിൽ മുട്ടുകുത്തി നിന്നുപോയി. ഈ അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളെ കൊണ്ട് വീണ്ടും തന്നോട് ദയ യാചിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാവണം ഷൈലോക്ക് എന്തെങ്കിലും പറയും മുന്നേ തന്നെ ഡ്യൂക്ക് അയാളോട് വിധി പറഞ്ഞു. നിങ്ങൾ കാണിക്കാൻ മറന്ന ദയ ഞാൻ നിങ്ങളോട് കാണിക്കുന്നു. ഞാൻ നിങ്ങളെ കുറ്റവിമുക്തനാക്കി വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുന്നു. പക്ഷേ നിങ്ങളുടെ സ്വത്തുക്കളിൽ പാതി കണ്ടുകെട്ടപ്പെടും. ബാക്കി പകുതി നിങ്ങളുടെ പകയ്ക്ക് പാത്രമായി മനുഷ്യന് നൽകണം. പക്ഷേ അന്റോണിയോ ഷൈലോക്കിൻ്റെ സ്വത്തുക്കൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. തനിക്ക് അയാളുടെ സ്വത്തിൻ്റെ പങ്ക് വേണ്ട എന്നും ആ പണം അയാളുടെ വിവാഹിതയായ മകൾക്കും ഭർത്താവിനും നൽകണമെന്നും അന്റോണിയോ അഭ്യർത്ഥിച്ചു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും അന്റോണിയോ ആവശ്യപ്പെട്ടു. ഷൈലോക്ക് യഹൂദമതം വിട്ട് ക്രിസ്തുമതം സ്വീകരിക്കണമെന്നായിരുന്നു അന്റോണിയോയുടെ ആവശ്യം. കോടതിക്കും ആ ആവശ്യം ന്യായമായാണ് തോന്നിയത്. തൻ്റെ ജീവൻ തന്നെ എടുക്കുന്നതായിരുന്നു ഇതിലും നല്ലത് എന്നാണ് ഷൈലോക്ക് പറഞ്ഞത്. പിന്നെ ഒരു നിമിഷം അയാൾക്കവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. കോടതി പറഞ്ഞ എല്ലാ വ്യവസ്ഥകളും അനുസരിക്കാമെന്ന് സമ്മതിച്ച് പരാജിതനായി അയാൾ അവിടെ നിന്ന് മടങ്ങി. അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരയാളെ അപ്പോഴും പരിഹസിക്കുകയും തുപ്പുകയും ചെയ്തു. അങ്ങനെ ആ വ്യവഹാരങ്ങളെല്ലാം അവസാനിച്ച് വേഗം ആ കോടതിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങുന്ന പോർഷ്യയ്ക്കും നെരീസയ്ക്കും അടുത്തേക്ക് ബസാനിയോയും അന്റോണിയും എത്തി.
നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ അനുഗ്രഹീതരായിരിക്കുന്നുവെന്നും നിങ്ങളുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് അന്റോണിയോയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് എന്നും പ്രതിഫലമായി നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തും തരാമെന്നും ബസാനിയോ പോർഷ്യയോട് പറഞ്ഞു. ഷൈലോക്കിന് കൊടുക്കാൻ കൊണ്ടുവന്ന 6000 ഡക്കറ്റ് മുഴുവൻ നിങ്ങൾക്ക് തരാമെന്ന് അവർ വാഗ്ദാനം ചെയ്തു. പക്ഷേ തനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാൻ തുടങ്ങിയ പോർഷ്യയെ ബസാനിയോ വീണ്ടും നിർബന്ധിച്ചു. ഇതൊരു പ്രതിഫലമായി കണക്കാക്കേണ്ട, ഞങ്ങളുടെ കൃതജ്ഞതയായി കണ്ടാൽ മതിയെന്ന് ബസാനിയോ പറഞ്ഞപ്പോൾ, എങ്കിൽ നിങ്ങളുടെ കയ്യിലെ ഗ്ലൗസ് തന്നാൽ മതിയെന്നാണ് പോർഷ്യ അന്റോണിയോട് പറഞ്ഞത്. പക്ഷെ അപ്പോഴാണ് പോർഷ്യ താൻ ബസാനിയോയ്ക്ക് കൊടുത്ത ആ മോതിരത്തെക്കുറിച്ച് ഓർക്കുന്നത്. ആ മോതിരം തൻ്റെ ഭർത്താവ് നഷ്ടപ്പെടുത്തുമോ എന്നറിയാനായി പോർഷ്യ അതും ആവശ്യപ്പെട്ടു. പക്ഷെ അത് തൻ്റെ ഭാര്യ സമ്മാനിച്ചതാണെന്നും അതുമാത്രം തരാൻ കഴിയില്ല എന്നുമാണ് ബസാനിയോ പറഞ്ഞത്. നിങ്ങൾ എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ എനിക്കിത് മാത്രം മതി, മറ്റൊന്നും വേണ്ട എന്ന് പോർഷ്യ വാശി പിടിച്ചിട്ടും ബസാനിയോ അത് കൊടുത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ വെനീസിലെ എല്ലാ മോതിരങ്ങളും കൊണ്ടുവന്ന് തരാം, പക്ഷേ ഇത് മാത്രം ചോദിക്കരുത്. അങ്ങനെ തൻ്റെ ഭർത്താവിൻ്റെ ആത്മാർത്ഥത കണ്ട് സന്തോഷവതിയായി പോർഷ്യ അവിടെ നിന്ന് മടങ്ങി. പക്ഷേ ആ മോതിരം അവർക്ക് നൽകാൻ അന്റോണിയോ വീണ്ടും ബസാനിയോയെ നിർബന്ധിച്ചു. ആ മനുഷ്യനില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ ജീവനോടെ ഉണ്ടാകുമായിരുന്നോ? അയാളൊരു മോതിരമല്ലേ ചോദിച്ചത്? പോർഷ്യയെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാമെന്ന് അന്റോണിയോ ബസാനിയോട് പറഞ്ഞു. അങ്ങനെ രേഖകൾ ഒപ്പിടിക്കാൻ ഷൈലോക്കിൻ്റെ വീട്ടിലേക്ക് പോകുന്ന പോർഷ്യയ്ക്കടുത്തേക്ക് ആ മോതിരവും നൽകി ബസാനിയോ ഗ്രാച്ചിയാനോയെ അവിടേക്ക് പറഞ്ഞുവിട്ടു. ഒട്ടും വിശ്വസിക്കാനാവാതെ പോർഷ്യ സമ്മാനം ഏറ്റുവാങ്ങുകയും ചെയ്തു. നെരീസയാകട്ടെ തൻ്റെ ഭർത്താവ് താൻ നൽകിയ മോതിരം നഷ്ടപ്പെടുത്തുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഗ്രാച്ചിയാനോയുടെ വള്ളത്തിലേക്ക് കയറി. അങ്ങനെ അന്ന് രാത്രിയോടെ പോർഷ്യയും നെരീസയും ബെൽമോണ്ടിലേക്ക് മടങ്ങിയെത്തി. ഷൈലോക്കിൻ്റെ കാര്യമെല്ലാം അറിഞ്ഞ് ദുഃഖിതയായ ജെസിക്കയെ പോർഷ്യ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും അന്റോണിയോയുമായി ബസാനിയോയും ഗ്രാച്ചിയാനോയും അവിടേക്ക് മടങ്ങിയെത്തിയിരുന്നു. അവർ മടങ്ങിയെത്തി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ നെരീസയും ഗ്രാച്ചിയാനോയും തമ്മിൽ ചെറിയ വഴക്ക് തുടങ്ങി. നെരീസ സമ്മാനിച്ചൊരു മോതിരം ഞാനതൊരു ക്ലർക്കിന് കൊടുത്തതിൻ്റെ പേരിലാണ് ഇവൾ പിണങ്ങിയത് എന്ന് ഗ്രാച്ചിയാനോ പറഞ്ഞപ്പോൾ, ഭാര്യയുടെ ആദ്യ സമ്മാനം അങ്ങനെ വെറുതെ കൊടുക്കാമോ എന്നാണ് പോർഷ്യ ചോദിച്ചത്. അതൊക്കെ എൻ്റെ പ്രിയപ്പെട്ട ബസാനിയോയെ കണ്ടുപഠിക്കണം. ഞാൻ സമ്മാനിച്ച മോതിരം അദ്ദേഹം ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല എന്ന് പോർഷ്യ പറഞ്ഞപ്പോൾ, ബസാനിയോ ആ മോതിരം ആ നിയമജ്ഞന് കൊടുത്തുവെന്ന് ഗ്രാച്ചിയാനോ പറഞ്ഞു. പെട്ടെന്ന് മുഖത്തൊരു അത്ഭുതം അഭിനയിച്ച് പോർഷ്യ ബസാനിയോയെ നോക്കിയപ്പോഴേക്കും അയാൾ സത്യമെല്ലാം പറഞ്ഞു. അന്റോണിയോയുടെ ജീവൻ രക്ഷിച്ചയാൾ അത് മാത്രമാണ് ആവശ്യപ്പെട്ടത്. അത്രയും വലിയൊരു സഹായം ചോദിച്ച ആ മനുഷ്യനത് കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ബസാനിയോ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആദ്യം ഒരു പരിഭവം അഭിനയിച്ചുവെങ്കിലും ബസാനിയോയും അന്റോണിയോയും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ആഴം പോർഷ്യയ്ക്ക് മനസ്സിലായിരുന്നു. തനിക്ക് വേണ്ടി തൻ്റെ ജീവൻ തന്നെ പണയപ്പെടുത്തിയ തൻ്റെ സുഹൃത്തിനു വേണ്ടി ബസാനിയോ അത് ചെയ്തുവല്ലോ എന്ന സന്തോഷം തന്നെയായിരുന്നു പോർഷ്യയുടെ മനസ്സിൽ. മാത്രമല്ല, അത് കൊടുക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് മറ്റാരേക്കാളും നന്നായി അറിയാവുന്നതും പോർഷ്യയ്ക്ക് തന്നെയായിരുന്നുവല്ലോ. ആ സാഹചര്യം വീണ്ടും അന്റോണിയോ വിശദീകരിച്ചപ്പോൾ, എങ്കിൽ നിങ്ങൾ തന്നെ ഈ മോതിരം സൂക്ഷിച്ചു കൊള്ളണമെന്ന് നിങ്ങളുടെ സുഹൃത്തിനോട് പറയണമെന്ന് പറഞ്ഞ് പോർഷ്യ ഒരു മോതിരം അന്റോണിയോ ഏൽപ്പിച്ചു. അന്റോണിയോ അത് ബസാനിയോയ്ക്ക് നൽകിയപ്പോൾ ബസാനിയോ ശരിക്കും ആശ്ചര്യപ്പെട്ടു പോയി. കാരണം താൻ ബൽത്തസാറിന് നൽകിയ അതേ മോതിരം തന്നെയായിരുന്നു അത്. ഈ സമയത്ത് തന്നെ നെരീസയും ഗ്രാച്ചിയാനോയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ മോതിരം അവരെ കാണിച്ചു. എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാകാതെ നിന്ന് ഇരുവരോടും അവരാ സത്യം തുറന്നു പറഞ്ഞു. തങ്ങൾ തന്നെയായിരുന്നു ബൽത്തസാറും ക്ലർക്കുമായി ആ കോടതിയിലേക്ക് എത്തിയത്. ഇക്കാര്യം കേട്ട അവർക്കിരുവർക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ ഭാര്യ ഇത്രയും ബുദ്ധിമതിയായിരുന്നു എന്ന് മാത്രമല്ല ബസാനിയോ അത്ഭുതപ്പെട്ടത്, തനിക്ക് അവളെ എന്തുകൊണ്ട് മനസ്സിലായില്ല എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. ഇതെല്ലാം അമ്പരപ്പോടെ കേട്ട് നിന്ന് ലോറൻസോയ്ക്കും ജെസിക്കും പോർഷ്യയും നെരീസയും മറ്റൊരു സമ്മാനം കരുതിയിരുന്നു. ഷൈലോക്കിൻ്റെ പാതി സ്വത്ത് ജെസിക്കും ലോറൻസോയ്ക്കും അവകാശപ്പെട്ടതാണ് എന്ന വിധിയുടെ പകർപ്പ് നെരീസ ലോറൻസോയെ ഏൽപ്പിച്ചു. അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാവരും സംതൃപ്തരായെങ്കിലും ജെസിക്ക് മാത്രം ആ സന്തോഷങ്ങളിൽ പങ്കുചേരാനായില്ല. കാരണം എല്ലാ വിധേനയും പരാജിതനായി തൻ്റെ അച്ഛൻ വെനീസിൽ എവിടെയോ ഉണ്ട് എന്നത് അവളെ വേദനിപ്പിച്ചിരുന്നു. എല്ലാവരും സ്നേഹത്തിൻ്റെ അടയാളമായ തങ്ങളുടെ മോതിരങ്ങൾ നഷ്ടപ്പെടുത്തിയിരുന്നുവെങ്കിലും തൻ്റെ അച്ഛൻ സമ്മാനിച്ച ആ മോതിരം ജെസിക്ക് നഷ്ടപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ ട്യൂബൽ പറഞ്ഞത് പ്രകാരം തൻ്റെ മകളത് കൊടുത്തൊരു കുരങ്ങിനെ വാങ്ങിയെന്ന് വിശ്വസിച്ച് ഷൈലോക്ക് വെനീസിൽ തന്നെ ഉണ്ടായിരുന്നു. സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ട ഷൈലോക്കിനോട് പിന്നീട് ആർക്കും വലിയ മതിപ്പുണ്ടായിരുന്നില്ല. ക്രിസ്തുമതം സ്വീകരിക്കേണ്ടി വന്നതോടെ ഷൈലോക്കിനെ ഗെറ്റോയിൽ നിന്ന് പുറത്താക്കി. സുഹൃത്തുക്കളായിരുന്ന യഹൂദർ പോലും അയാൾക്ക് മുന്നിൽ വാതിലുകൾ കൊട്ടിയടച്ചു.